കൂടി നല്ല രീതിയിൽ ഇടണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. തുടങ്ങണം തന്നെയാണ് ഉറപ്പിച്ച് നോക്കണേ കേട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പാത്രങ്ങൾ മേടിച്ചോണേ പറഞ്ഞേ. കണ്ടോ നീളം കണ്ടാ? കണ്ടോ? അല്ലുവിന് നമ്മുടെ കൂടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോവാം. അയോട്ടാ. ഇന്ന് നമ്മളുണ്ടല്ലോ നൂലപ്പം മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പറയുന്ന പോലെ ആദ്യമൊക്കെ ഞാൻ ഷായിട്ട് മാത്രമാകുമ്പോൾ ഞങ്ങൾ ഗോതമ്പ് കഞ്ഞി വെച്ചു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പറമ്പിൽ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചോടന്ന് തട്ടിക്കൂട്ടി കറി എന്തെങ്കിലും കഞ്ഞി രാവിലെ കഴിക്കലാണ് ഞങ്ങളുടെ സ്വഭാവം. പക്ഷേ കുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ ഇതൊന്നും നടക്കില്ല കേട്ടോ. അവർക്ക് നമ്മൾ വീട്ടിൽ വരുമ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്ക് രുചിച്ചിട്ടൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് ഞാനിതാ മുട്ടക്കറി നൂലപ്പൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സബോളയൊക്കെ ഇട്ട് വഴറ്റാണ്. പിന്നെ ഇതാ പൊടിയൊക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ആക്കി വയ്ക്കും. നൂലപ്പത്തിരിക്കൊക്കെ പൊടിയൊക്കെ വേവിച്ച് വൃത്തിയപ്പോൾ നമുക്ക് സുഖമാണല്ലോ. പിന്നെ അതേപോലെ തന്നെ ഇതാ പത്തിരും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കൂടെ. അപ്പോൾ അതും ബോളുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നൂലപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടാ. ഒപ്പം തന്നെ ഇതാ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടക്കറി ഞാൻ വെക്കുമ്പോൾ എങ്ങനെയാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വന്നപ്പോൾ ഇത്തിരി പെരിഞ്ചീരകം കൂടി ഇട്ടു. പിന്നെ നമ്മുടെ സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മസാലപ്പൊടി, ഇത്തിരി തക്കാളി ഒക്കെ ഇട്ടിട്ടാട്ടോ റെഡി ആക്കിയിട്ടുള്ളത്. ഇത്തിരി ചാറോടെ തന്നെ എടുത്ത് നോക്കുകയാണ്. ഞാൻ നമ്മുടെ അവിടുത്തെ പറമ്പിലേക്ക് പോകാട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ടൈസൺ, അംബ്രൂസും പേളിക്കുട്ടി എല്ലാവരും ഒരുമിച്ച് ഇറങ്ങി തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ. പേളിക്കുട്ടി ഉണ്ടോ ഫസ്റ്റ് പൂട്ടാ നമ്മുടെ കോളൊക്കെ. നമ്മൾ എത്രയേക്കാൾ മുന്നായിട്ട് ഓടി പോയിട്ട് അവൾക്ക് അവിടെ അന്വേഷിക്കണം. ഇങ്ങനെയാണ് അവള്. കണ്ടോ പേളിക്കുട്ടി കണ്ടോ? ഈ പറമ്പിൻ്റെ അറ്റത്തേക്കൊക്കെ ആയിട്ട് ഓടണത്. ഇങ്ങനെയാണ് അവള്. പാവം തോന്നുന്നു നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടേക്കാൾ മുന്നേ ഓടി വരിക. എന്നിട്ട് നോക്കിയല്ലോ അവിടത്തും പോയി അന്വേഷിക്കും. ഇങ്ങനെ കണ്ടാ ഒരു പ്രത്യേകത തന്നെയാട്ടോ അവള്. ഷായിട്ടുണ്ട് കേട്ടോ പറമ്പിലേ. ഷായിട്ട് എനിക്ക് കൊള്ളി വേണം. നമ്മുടെ വിജയിച്ചിക്ക് കൊള്ളി വേണം. നമ്മുടെ ഒരു ഓറഞ്ച് വീണെടുക്ക് നോക്കിയേ. അയ്യോ അതെന്താണാവോ? ആ വാടി വീണ മഴയുടെ ആയിട്ടാ ഊഷായിട്ടാ കാലാവസ്ഥ ശരിയാവാണ്ടാവോ? ഓ നോക്കിയേ ഈ ഓറഞ്ച് കണ്ടോ? ഇത് ഒരു നല്ലൊരു ഓറഞ്ചാട്ടം. ഇങ്ങനത്തെ ഇത് വേറെ നിൽക്കുന്നുണ്ട്. കാട്ടിയരാട്ടാ. ഇതാണ് ഓറഞ്ച്. കണ്ട ഇതുമ്പോൾ ഉണ്ടായിട്ടുണ്ട് വലിയ ഓറഞ്ച്. അപ്പോൾ നമുക്ക് ഈ ഓറഞ്ചിനെ കണ്ടറിയാം. കണ്ടോ ഇതിൻ്റെ മോൾ വശം കണ്ടറിയാം. നമ്മുടെ എന്താ പറയുക, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഓറഞ്ചില്ലേ അതേപോലെ നല്ല മധുരമുള്ളത്. ഒരു രുചി വ്യത്യാസമില്ല. നമ്മുടെ വീട്ടിലത്തെ ഓറഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ തൊലി പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറല്ലേ. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ, നല്ല ഓറഞ്ച്. അപ്പോൾ നമ്മളതിങ്ങനെ നിർത്തിയൊക്കെ ആയിരുന്നു. പഴുത്തിട്ട് വേണം നമുക്ക് ഫാമിലിയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ എന്തോ ഒരു ചെറുത് വീണു. പക്ഷെ ഈ ഒരെണ്ണം വലുത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവിടുത്തെ ആ ഓറഞ്ചുമേ, അതായത് നമ്മുടെ വീട്ടിലത്തെ ഓറഞ്ചുമേ ഉണ്ടാവണ പോലെ കുറേ വാരികോലി ഉണ്ടാവണമില്ല കേട്ടോ ഇതുമേ. അപ്പോൾ ഇതിങ്ങനെ ആയി വലുതായി വരുന്നുള്ളൂ. ഇപ്പോൾ വെച്ചിട്ട് 2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഉണ്ടായി വരുമായിരിക്കും. പക്ഷേ ഈ വർഷത്താകുമ്പോൾ 2 ഉണ്ടായാലും 1 വീണു. പക്ഷേ ഈ ഒരു ഓറഞ്ച് ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ വീട്ടിലത്തെ ഓറഞ്ചിൻ്റെ പോലെ തോന്നണേ. കാരണം ഇത് കണ്ട ഒരു പിരിപിരിപ്പ് കണ്ട. രണ്ടിനും കൂടി വ്യത്യാസം നോക്കുമ്പോൾ പറയാം തൊലികൾ. അപ്പോൾ ഇതൊരു പിരിപിരിപ്പ് പോലത്തെയാണ് ഈ ഓറഞ്ച്. ഈ ഓറഞ്ചുമ്പോൾ വേറെ ഉണ്ട് കേട്ടാ. ഇതിൻ്റെ താഴേക്ക് ആയിട്ടുണ്ടായിരുന്നല്ലോ, പോയി വീണ്. അതേ കണ്ടോ മണ്ണിൽ മുട്ടിട്ട് നിൽക്കണേ. അടിയിലേക്ക് വരെ ഉണ്ട് കണ്ടോ. ചില്ലകളൊന്നും നമ്മൾ വെട്ടണില്ലേ. കാരണം ഇത് ബഡ് ചെയ്തതാ. ചിലപ്പോൾ നമ്മൾ വെട്ടിയ ആ ചില്ലയായിരിക്കും ചിലപ്പോൾ ബഡ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോവുമല്ലോ. അപ്പോൾ എന്താണെന്നറിയില്ല, ഓറഞ്ച് വീണോല്ല. അപ്പം ഞാൻ നമ്മുടെ പണിസ്ഥലത്തേക്ക് ഒരു കൊള്ളി പറിച്ചു കൊടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പറിക്കാനാണ് വന്നത്. കാലത്തേ തന്നെ വേഗം കൊണ്ടിയെല്ലാം മണ്ണ് നോക്കുക. അപ്പോൾ അത് പറിക്കാം നമുക്ക്. നല്ല മണം വയ്ക്കുക. അപ്പോൾ ഈ ഒരു കൊള്ളി പറിക്കാം നമുക്ക്.
ഇതാ നമ്മുടെ അമ്പറും ഉണ്ട് അവിടെ. അമ്പറും വേളിക്കുട്ടി എന്തിട്ടാണ് അവിടെ കാര്യമായിട്ട് ടൈസിന് 3 പേരും കൂടി നന്നായിട്ട് എന്തോ കാര്യമായിട്ട് നോക്കണ്ടല്ലോ. എന്നാ അങ്ങോട്ട് പോലെ പൊന്നു അതിൻ്റെ ഉള്ളിൽ കിടന്ന് പെരങ്ങണ്ട, അങ്ങോട്ട് പോലെ എല്ലാവരും ഷായിട്ട് എന്താ പറയുക ഓരോ ഭാഗം കളച്ച് വരുപ്പിക്കും. എന്താ പറയുക ഒരു ഭാഗത്തുനിന്ന് പുല്ല് വരിക, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പറിക്കാം നമുക്ക്. ഇവിടെ ഒരു വെട്ടുകത്തി വെച്ചിരുന്നു, ആ വെട്ടുകത്തി കാണാനില്ല. അത് കാരണം മുറിക്കത്ര പാട്, അല്ലെങ്കിൽ മറ്റേത് 2 വെട്ട് വെട്ടിയാൽ മതി. വീട്ടിൽ നിന്നാണെങ്കിൽ ഇവിടെ വെട്ടുകത്തി ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് കൈ വീശി വരും ചെയ്യും. നല്ല തറിയാം. ഇവിടെ നമ്മള് മധുരക്കരവും കൂടി നട്ടു കൊടുത്ത കാരണേ ഇവിടെ ഇതേപോലെ പടർന്നു നിൽക്കണേ. ഇതൊക്കെ മധുരക്കിഴങ്ങിൻ്റെ വള്ളിയാ. അമ്പറു കൊള്ളി പറിക്കാൻ വന്നതാണ് എൻ്റെ കൂടെ. കാര്യമായിട്ട് ഇളക്കണം. കണ്ടോ എന്തൊരു സൂപ്പർ കൊള്ളിയാ നോക്കിയേ. എന്തിനധികം 2 ഉള്ളോ, പക്ഷെ 2 വേണ്ട നോക്കിയേ. എൻ്റെ കൈ കണ്ടോ നോക്കിയേ. 3 ഉണ്ടല്ലേ, 3 ഉണ്ടാവും. ഞാൻ ഇതൊരാളെ കണ്ടില്ല നോക്കിയേ. വണ്ണറിയണേ കണ്ട, എൻ്റെ കൈ കാണില്ല. അത്രയും തടിയുള്ള കൊള്ളികളാട്ടാ. ഞാൻ മണ്ണ് ഇളകിയെടുക്കെല്ലാം ഇടയ്ക്കൊക്കെ മഴ പെയ്തിട്ടെന്ന് വെച്ചിട്ട് ഷായേട്ടനെ വിളിക്കണ്ട, ഞാൻ തന്നെ വിളിക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ വിളിക്കാം ഷായിട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തിരി പാടുപെട്ടു, പക്ഷെ നല്ല കൊള്ളി. അമ്പറു കൊള്ളി കിട്ടി, പോവാ നമുക്ക് കേട്ടാ. അപ്പോൾ പോവാട്ടാ. പിന്നെ ഒരു കാര്യം കൂടി നോക്കിയേ, ചാമ്പക്കായൻ്റെ തുടങ്ങി ഇന്നാ കണ്ടോ അടുത്ത സ്റ്റെപ്പ് ചാമ്പക്കായ. ഇതൊക്കെ അപ്പം ഇത് ചേച്ചിക്ക് കൊണ്ടു കൊടുക്കട്ടെ. വാടാമ്പുറോ വെളിയേ പോവാ നമുക്ക്. ചേച്ചി വാ ചേച്ചി, എന്നാ വാ. ഇതിലേ കൊള്ളി വെച്ചേ, കൊള്ളി വെച്ചിട്ടേ കൂടുതൽ ചേച്ചി കൊണ്ടേക്കോ. പോട്ടെ വാ. പൊക്കോ. ഞാനെന്താ വേഗം ധൃതി പിടിച്ച് വീട്ടിൽ പോകണമെന്നല്ലേ, അതായത് മോനെ ക്ലാസ്സിൽ പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഞാൻ ഭക്ഷണം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ അത് കാരണം പറമ്പിൽ വന്നിട്ട് നമുക്ക് വീണ്ടും പണികൾ ചെയ്യാനുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ഓർമ്മ വന്നപ്പോൾ വീണ്ടും അങ്ങോട്ട് വേഗം പോയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ, ഷായിട്ടൊക്കെ നേരത്തെ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പം നമ്മുടെ നൂലപ്പം മുട്ടക്കറിക്ക് എടുത്ത് വേഗം ഭക്ഷണം കഴിച്ചിട്ടാവും ഇനി പറമ്പിലേക്ക് പോക്കെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്നു. നമ്മുടെ പയറിന് നമ്മൾ പറഞ്ഞില്ലേ, ഈ പ്രാവശ്യം 2 പ്രാവശ്യം നമ്മൾ വെണ്ണീരിടുന്ന. ഒരു വട്ടം നമ്മൾ വെണ്ണീരിട്ട് അതെ ആ മണ്ണിട്ടു. ഇപ്പം ഇതാ ഒരു വട്ടം കൊണ്ട് നമ്മൾ വെണ്ണീരിട്ട് കൊടുക്കണം കേട്ടാ. കട തൊടാതെ തന്നെയാണ് ഇട്ട് കൊടുക്കുക. ഈ ഒരു വെണ്ണീറും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പയറിന് വേറെ ഒന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ. ഇനി നമ്മൾ ആകപ്പാടെ ചെയ്യുക, കവച്ച് തളിച്ച് കൊടുക്കും. കാരണം ബാക്കിയുള്ള കീടങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ആഴ്ചയിൽ എന്ന് പറയുന്ന പോലെ നമ്മൾ തളിച്ച് കൊടുക്കാനായിട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഷായിട്ടിൻ്റെ ഫ്രീ ടൈം നോക്കിയിട്ട് ഷായിട്ട് വന്ന് മണ്ണിടായിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഞാനേ മറ്റേ റാഡിഷൊക്കെ നമ്മൾ നട്ടത് കാട്ടിയിട്ടായിരുന്നില്ലേ, ഇനിയിപ്പോൾ അതെന്തായാലും നോക്കാം. അത് മഴ പെയ്തപ്പോൾ അതാകെ പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും നോക്കി നോക്കാം നമുക്കിപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത്.
പിന്നെ നോക്കി നമ്മുടെ ക്യാരറ്റ് നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരു കട പറിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട്. കാരണം മഴ പെയ്തപ്പോഴേ ക്യാരറ്റ് നന്നാവില്ലല്ലോ മഴക്കാലത്ത്. എന്നാലും ഞാൻ നോക്കി നോക്കട്ടെ ഒരെണ്ണം. ആയി വരണുള്ളൂ കണ്ട, ചെറുതായിട്ട് ആയി വരണുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നിൽക്കില്ല, അതിങ്ങനെ തന്നെ പോയി നാശമായി. ഇത് റാഡിഷ് കേട്ടാ. ഈ റാഡിഷ് നമ്മളവിടെ ഉണ്ടാവും, പക്ഷേ അതും ഈ പറഞ്ഞപ്പോൾ ആകെ വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും നമുക്ക് പെയ്തിട്ടില്ല കേട്ടോ. ആകെ 3-4 ദിവസങ്ങളിലായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് അങ്ങനെ വെള്ളമൊന്നും അങ്ങനെ നിന്നിട്ടില്ല. അപ്പോഴേക്ക് നോക്കിയാൽ ഇത് നമുക്ക് നോക്കാം. അപ്പം ഞാനിത് കാട്ടി തന്നെ എന്താണെന്നറിയോ, നമുക്ക് പലപ്പോഴും ചോദ്യങ്ങൾ വരുന്നുണ്ട് ഈ ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ ഏത് സമയത്ത് ഉണ്ടാവാന്ന്. ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ മാസങ്ങളാണ് ശരിക്കും. അത് മഞ്ഞുകാല കൃഷിയാണ് നമ്മുടെ ക്യാരറ്റ്, റാഡിഷ്, ബീട്രൂട്ട് ഇതൊക്കെ. നമ്മളെന്നാലും എല്ലാവരും ചോദിക്കുന്ന കാരണം ജസ്റ്റ് വെച്ചതാണ്. ഉണ്ടാവില്ല നമുക്കറിയാം. മഴക്കാലം വന്ന് വെള്ളം കൂടി കഴിഞ്ഞാൽ ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. ഇതേ ഉണ്ടാവാതിരിക്കൂല നമ്മുടെ അവിടെ. കണ്ടോ, നമ്മളവിടെ ഉണ്ടാവുന്ന സാധനം തന്നെയാണ് റാഡിഷ്. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ കടക്കിലേക്ക് ഏലുണ്ട്, പക്ഷെ അതൊന്നും നന്നാവില്ല. കണ്ട, ഇനി അത് പറിച്ചു കൊണ്ടുപോയാലും നമുക്കിത് കറി വയ്ക്കാൻ പറ്റില്ല. കാരണം അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു സമയത്ത് കേട്ടാ. അപ്പം ഉണ്ടാവുന്ന ഉറപ്പാണ് നമ്മുടെ അവിടെ. പക്ഷെ മഞ്ഞുകാല കൃഷി ആ സമയത്ത് നട്ടോളോട്ടത്. പിന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഒന്നും കാര്യമായിട്ട് പിടിക്കില്ല എന്നുള്ളത്. അതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ നോക്കിയേ ഈ അമരക്കായ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വരെ കാട്ടിയ അമരയുമ്പോൾ നിറച്ച് പൂവല്ലായിരുന്നേ. കണ്ടോ, ഇപ്പം പൂവൊക്കെ കൊഴിഞ്ഞു, ഒന്നാവില്ല. അമര ഒന്നും ഈ സമയത്ത് ഉണ്ടാവുകയില്ല. അമരയില്ലാതെ ആ മഞ്ഞ് സമയത്താണ് അമരയ്ക്ക് നന്നായിട്ട് ഉണ്ടാവുക. അപ്പം അതും പോയി. അപ്പം ഞാൻ പറയാറുള്ള പോലെ തന്നെ നമുക്ക് മഴ പെയ്ത് തുടങ്ങിയാൽ നമ്മുടെ പറമ്പിൽ ഇത്ര നാൾ നമുക്ക് പറമ്പിൽ വന്നാൽ കുറേ പൊട്ടിച്ചുകൊണ്ട് വേണ്ടു. ഇനി ഇവിടെ നമ്മൾ പൊട്ടിക്കാൻ അധികം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അടുത്ത ഒരു സമയമാകുമ്പോഴേക്കും ഈ മഴക്കാലത്ത് ഉണ്ടാവുന്ന ഓരോ സാധനങ്ങൾ ഇങ്ങനെ വെച്ചുണ്ടാക്കാനായിട്ട് ചെയ്യാം. നമ്മുടെ മുളക് ഇട്ട് നോക്കിയേ, ഓരോ കടകൾ ഉണങ്ങിപ്പോണേ കണ്ട. കണ്ടോ, ഇവിടെയൊക്കെ ഓരോന്നായിട്ട് ഉണങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്ത് നന്നായിട്ടെന്ന് പറയുമ്പോൾ മുളക് ഉണ്ടാവുക, പക്ഷെ ഒക്കെ ഉണങ്ങുന്നത് വേണ്ട. ഡേ എല്ലാം അതൊരു ഇത് ഉണങ്ങി. ഇനിയിപ്പോൾ ഈ കടകളായില്ലത് നമുക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലാട്ടെ. ഇതൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ വാടി തുടങ്ങും. ഈ മഴയുടെ ആ ഒരു ശക്തി പോലെ ഇരിക്കും. അപ്പം എന്നെ നോക്കി നമ്മുടെ മുളക് ഉണ്ടാവണതിൽ വലിയ കുറവൊന്നും ഉണ്ടാവില്ല. കണ്ട, മുളക് മഴക്കാലത്തായാലും നന്നായിട്ട് ഉണ്ടാവും. നമുക്ക് ഒരു പിടിക്കാത്ത പറമ്പൊക്കെയാണ് മഴ പെയ്താലും. അങ്ങനത്തെ പറമ്പുകളിലൊക്കെ ആണെങ്കിൽ മുളക് വെച്ച് കൊടുക്കാട്ടെ അതേപോലെ ഉണ്ടാവും. കണ്ട, നമ്മുടെ ഈ പറമ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മഴ അടുപ്പിച്ച് പെയ്യുമ്പോഴേക്കും മണ്ണിങ്ങനെ കുറുകുറു പോലെയാവും. അതുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് വാടണേ. അപ്പം ഞാനേ നമ്മുടെ ചാമ്പക്കായി കുറച്ചിടല പൊട്ടിക്കാൻ, അത് പൊട്ടിച്ച് പോവാം. പിന്നെ നമ്മൾ പറയണ പോലെ നമ്മുടെ പറമ്പിൽ മഴ പെയ്തു എന്ന് വിചാരിച്ച് നമ്മുടെ കുറേ തരം പച്ചക്കറികളാണ് ഉണ്ടാവാതിരിക്കാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഉണ്ടാവണ കുറേ പേരുണ്ട്. ഇതേ നമ്മുടെ ചാമ്പക്കായ കണ്ടോ, ചാമ്പക്കായൊക്കെ നോക്കിയാൽ ഞാൻ കാലത്ത് വന്നപ്പോൾ ജസ്റ്റ് കാട്ടി തന്നില്ലേ. കണ്ടോ, കൊല്ല കുത്തി ഉണ്ടാവണുണ്ടോ ചാമ്പക്കായ. അത് ചാമ്പക്കായ നന്നായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പറയില്ലേ ചേനത്തണ്ട് നമ്മൾ കറി വയ്ക്കുക ഈ ഒരു സമയങ്ങളിലാണ്. അതുപോലെ പരിപ്പും ചേമ്പും തണ്ട്, അത് ചേമ്പും താളും പരിപ്പും വയ്ക്കാന്ന് പറയില്ലേ, അത് വയ്ക്കുക ഈ സമയത്താണ്. പിന്നെ വാഴപ്പിണ്ടി, വാഴക്കൊപ്ര, പിന്നെ കൊള്ളി, അങ്ങനത്തെ ഒരു നാടൻ സംഭവങ്ങളാണ് ഇവിടെ നിന്ന് ഉണ്ടാവുക. പിന്നെ കൊത്തമ്പരൊക്കെ ഉണ്ടാവും, വഴുതനങ്ങ ഉണ്ടാവും, പിന്നെ ആനവണ്ടി ഉണ്ടാവും. ഈ സംഭവങ്ങളൊക്കെ ഈ മഴക്കാലത്തൊക്കെ ഉണ്ടായി കിട്ടും നമുക്ക്. അപ്പം ഞാൻ പാത്രമൊന്നും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഈ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ കുറച്ച് പഴുത്ത് നിൽക്കണം നമ്മുടെ കുറച്ച് ചാമ്പക്കായ മാത്രം പൊട്ടിച്ചെടുക്കാം. കയ്യിലൊതുങ്ങാവുന്നത് പൊട്ടിച്ച് പോവാം നമുക്ക്. അമ്പ്രൂന് വേണോ ചാമ്പക്കായ? അമ്പ്രൂസ് ചാമ്പക്കായ ഒന്നും വേണ്ടല്ലോ അമ്പ്രു. ഞങ്ങൾക്ക് ഇത്തിരി എല്ലൊക്കെ കഴിക്കാൻ കിട്ടിയാൽ മതി. അല്ലാതെ ഈ ചാമ്പക്കായൊക്കെ ആര് കഴിക്കാനാ? ഞാനൊരു കൊലകളായിട്ട് പൊട്ടിച്ചെടുക്കാം. അയ്യോ, കൊഴിഞ്ഞില്ലേ, ഭാഗ്യം. ഞാൻ വേറെ ഒന്നും കൈപ്പിടിക്കാത്ത കാരണം കൊലകളായിട്ട് പൊട്ടിക്കാന്ന് വെച്ച്. ഇതൊന്നും ആയിട്ടില്ല, ഇതൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പൊട്ടിച്ചാൽ മതി.
ഇത് പൊട്ടിക്കാം. ഇതായിട്ടില്ല, പക്ഷെ എന്നാലും പൊട്ടിക്കാം, കാരണം അതിൽ മൂത്തതും എല്ലാ തരവും ഉണ്ട്. ഇതൊക്കെ അടുത്ത ദിവസം നമുക്കൊരു പാത്രമൊക്കെ കൊണ്ടുവന്നിട്ട് പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി വീട്ടിലേക്ക് അല്ലുവിന് നമ്മുടെ കൂടെ പറമ്പിലേക്ക് വരാൻ പറ്റില്ല, പാവം അവിടെ നോക്കിയിരിക്കും നമ്മളെ. അല്ലേ അല്ലുമണിയെ? ശുന്തിരി അത് ശുന്തിരി കുട്ടിയാണ്, ശുന്തിരി കുട്ടി. അവിടെ ഇരുന്നോളട്ടാ, അവിടെ ഇരുന്നോട്ടാ. അല്ലുവിന് മീമി മേടിക്കണല്ലേ? അല്ലു ഇപ്പം മീമി കിട്ടാനില്ല. അല്ലുവോ ട്രോള് നിരോധനല്ലേ, ഇപ്പം മീമി കിട്ടില്ല. ഇപ്പം അല്ലു നമ്മുടെ ബിസ്ക്കറ്റ് തിന്നണം കേട്ടാ. അവൾക്ക് മീൻ മേടിച്ചു കൊടുക്കാറുണ്ടേ. ഇപ്പം ട്രോള് നിരോധനമായ കാരണം മീൻ വരുമ്പോൾ കുറവല്ലേ. നമ്മളാണെങ്കിൽ കൂടുതൽ ദിവസം ഫ്രിഡ്ജിലിരുന്ന് അതൊന്നും അവൾക്ക് അങ്ങനെ മേടിച്ചു കൊടുക്കൂല. അവൾ കഴിക്കൂല. അവൾ നല്ല ഫ്രഷ് ആയിട്ട് അറിയാം അവൾക്ക്. അതാണെങ്കിൽ മാത്രമേ എന്നെ കഴിക്കുള്ളൂ നമ്മുടെ അല്ലു. അങ്ങനെ ഉണ്ട് കേട്ടാ. അപ്പോൾ നമ്മളിതേ വീട്ടിലത്തെ പറമ്പിൽ നമ്മൾ വഴുതിനങ്ങ തൈ നടാട്ടാ. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. നമ്മളോട് ചോദിച്ചിരുന്നു ഈ തുളസി എങ്ങനെയാണ്. ഇതിപ്പോൾ ഒരു കട തുളസിയാണ്. ഈ തുളസി നമ്മളിതാ ഇതേപോലെ കതിരുകൾ വരില്ലേ, അപ്പോൾ ഇതാ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി കളയാട്ടാ. അരിയരുത്, കൈ കൊണ്ട് ഇങ്ങനെ നുള്ളാനേ പാടുള്ളൂ. ഇങ്ങനെ നുള്ളി കളഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ നിൽക്കും തുളസി. ഇതേപോലെ നല്ല ഇല ഇങ്ങനെ എന്താ പറയുക, കിളിർത്ത് വരാമെന്ന് പറയില്ലേ, അങ്ങനെ വരും കേട്ടാ. ഈ കതിര് ഇതുമ്പോൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ വേഗം തുളസി ഉണങ്ങിപ്പോവും. പക്ഷെ അതിങ്ങനെ കതിരിങ്ങനെ നുള്ളി കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ തുളസി നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടുത്തെ പറമ്പിലും ഒരു പിടിച്ചിടാ മുളകൊക്കെ പോയി തുടങ്ങി. അതും മഴ നമ്മളവിടെ പെയ്യണ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ, വെറുതെ നിസ്സാരമായിട്ടുള്ള മഴയാണ് പെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും കണ്ടോ ഇതേപോലെ ഈ മുളക് കണ്ട ഇതേപോലെ നിറച്ച് മുളകായിരുന്നു. ഇതിമേയും ഇത് പോയി തുടങ്ങി, ഇത് വാടി തുടങ്ങി. കണ്ടോ ഇതിമേയും കണ്ടോ നിറച്ച് മുളക് കണ്ട. ഒരു ഭാഗം വാടി തുടങ്ങിയിട്ടാ. പിന്നെ നോക്കി ഇപ്പുറത്ത് നോക്കിയേ, കണ്ടോ പുതിയ മുളകും കടകളാന്ന് ആലോചിക്കണം. പോയി തുടങ്ങി. അങ്ങനെ പറമ്പിൽ തന്നെ ഒരു 3 നന്നായിട്ട് മുളക് പിടിച്ച് നിൽക്കണ്ടായിരുന്നു. 3 കട മുളക് പോയി. അപ്പോൾ നമുക്ക് നട്ടുകൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ വഴുതിനങ്ങ തൈ നടണേക്കാൾ മുന്നേ ഒരാഴ്ച നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുമ്മായി ഇട്ടിട്ട് മണ്ണ് നന്നായി കൊത്തി ഇളക്കി ഒരാഴ്ച ഇട്ടു. അതിന് ശേഷം ഇന്നലെ നമ്മൾ ഇന്ന് നടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മളിതിൽ എല്ലുപൊടിയും അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ടിട്ട് മണ്ണ് നന്നായിട്ട് കൊത്തി ഇളക്കി ഇതേപോലെ തടം ആക്കി തന്നിരിക്കുകയാണ് ഷായിട്ട്. ഇതിലാണ് നമ്മൾ നമ്മുടെ ഈ വഴുതിനങ്ങ തൈ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഉള്ള കാരണം തന്നെ നമ്മുടെ ഈ വഴുതിനങ്ങ തൈക്ക് ഒരുവിധം വളർച്ച വരാനുള്ള വളതിലുണ്ട്. ഇനി വരെ വളർച്ചയ്ക്കനുസരിച്ചാണ് വീണ്ടും നമ്മൾ ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. വീണ്ടും ഇങ്ങനെ മുകളിൽ നമ്മൾ മണ്ണിടാറില്ലേ, അതേപോലെ ഇട്ട് കൊടുക്കുള്ളൂ വളരുന്നതിനനുസരിച്ച്. ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ കണ്ട പഴത്തിനിങ്ങ തൈ വയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല അകലത്തിലാണ് വെച്ച് കൊടുത്ത് നോക്കുന്നത്. അപ്പോൾ അതായത് ഒരു 2 അടി അകലം കണ്ടിട്ടായിട്ട് വെച്ച് കൊടുത്ത് തുടങ്ങുക. കാരണം ഇവർ അത്യാവശ്യം വളർന്നു വരുമ്പോൾ നല്ല കൊമ്പ് ജില്ലകളായിട്ട് നല്ല വലിപ്പമുള്ള ചെടികളായി മാറുമല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ പഴത്തിനിങ്ങ നടൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കേ പപ്പായ പൊട്ടിക്കാനുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കാം നമുക്ക്. നല്ല നീളമുള്ള നല്ല വലിപ്പമുള്ള പപ്പായ കേട്ടാ.
ആ ഇതൊരാൾ കൊത്തിയിട്ട് അതപ്പം നമ്മുടെ കൊത്തിയൊരുക്കന്നെ നിന്നോട്ടെ. നമ്മൾ ഈ ഒരെണ്ണാട്ടോ പൊട്ടിക്കണേ. കണ്ടോ നീളം കണ്ട? ഈ പപ്പയെ നന്നായിട്ട് കായ പിടിക്കുന്ന ഒരു പപ്പയായിരുന്നു. അപ്പം ഇതിന് കായ പിടിക്കാൻ ഇത്തിരി കുറവ് വന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇതിൻ്റെ അടിയിലായിട്ടൊരു പന്തൽ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പപ്പ ഇങ്ങനെ നീണ്ടു പോയി. അതല്ലെങ്കിൽ ഇത്ര ഹൈറ്റ് പോവില്ലായിരുന്നു. അങ്ങനെ ഹൈറ്റ് പോകുന്ന ഒരു പപ്പയല്ലായിരുന്നു. താഴെ തന്നെ ഉണ്ടായി തുടങ്ങി. പക്ഷെ അത് ഇത്രയും താഴെ നിന്നാണ് ഉണ്ടാവേണ്ടത്. ഈ മുകളിൽ അപ്പം തടസ്സമുള്ള കാരണം ആളിങ്ങനെ നീണ്ടു പോയതാ. അങ്ങനെ ഒരു കുള്ളം പപ്പ പോയി നീളം പപ്പി. പക്ഷെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റുള്ള പപ്പായ കേട്ടത്. നമ്മൾ പറമ്പിൽ നിന്ന് വരുന്നത് നോക്കി നിൽക്കൂട്ടെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് എടുക്കണ ചാക്കണേ ഇത് മഴ വരുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കുള്ളൂ കേട്ടാ. നല്ല കളിയാണിതാ. മെസ്സി കൂട്ടിനെ ഇട്ടിട്ട് 2 പേര്. റൊണാൾഡോ ആ അമ്മയുടെ കോരി ഇത് അമ്മയുടെ കോരി കേട്ടാ. ഇത് അമ്മയ്ക്കുള്ളതാണ്, അടിച്ചു വരാനുള്ളതാണ്. ഇതോടെ ഇരിക്കട്ടെ. അമ്മയുടെ കുട്ടികളുടെ അടുത്തിരിക്കട്ടെ. കുറച്ചു നേരം അമ്മ റൊണാൾഡോ മോൻ്റെ അടുത്തിരിക്കട്ടെ. റൊണാൾഡോ 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 ചിരിക്കുടിക്കാൻ ഞങ്ങൾ ചിരിക്കുന്നുണ്ടോ? റൊണാൾഡോ പോലെ മേസി കുട്ടിയാ. അടിച്ചോ മേശിക്കുട്ട എങ്ങനെ പോയിരുന്നു? മേശിക്കുട്ട. ഓ ശരി ഉമ്മത്തരം. ആ ശരി. ഓ അത് ശരി. എല്ലാവർക്കും വരാം. ഇനിയിപ്പോൾ എല്ലാവർക്കും എൻ്റെ മടിയിലിരിക്കണം. അതാണ് ഇനിയിപ്പോൾ അടുത്ത അംഗം. ഒരാളിരിക്കുമ്പോൾ ഒരാൾക്ക് ഇരിക്കണം. ഇങ്ങനെ ഇരിക്കും നമ്മുടെ കുട്ടികൾ. ഇനി കുറച്ച് നേരം നമ്മളെ കുട്ടിപ്പട്ടാളൻ്റെ അടുത്തിരിക്കട്ടെ. ഹലോ. ഓ എല്ലാവർക്കും മടിയിലിരിക്കണം. ആ മടിയിൽ തല വെച്ച് കിടക്കണം എല്ലാവർക്കും. ആ ശരി. മെസ്സിക്കൂട്ട. ആ മെസ്സിക്കൂട്ട കിടക്കും. ആ ശരി. ഒരു കളി. ആ ശരി. എനിക്ക് വന്നു കിട്ടും. പൊന്നെ കിടന്നു. ഓക്കെ മടിയില്ലേ? ആ മടിയില്ലേ? മെസ്സിക്കൂട്ട മടിയില്ല. അതെ കല്യാണം സമ്മതിക്കും. മെസ്സിക്കൂട്ട മടിയിൽ വന്ന് കിടന്ന കല്യാണിക്കാണ് എൻ്റെ ഈ മടി. ഇതിൽ വേറൊരാൾക്ക് അധികാരമില്ല. അവർക്ക് തട്ടി പറിച്ചുള്ളിലേക്ക് അവരെ പോയിട്ട് അതന്നെ അവളെ ചിരിതൊക്കെ ഉണ്ട്. ആരുടെ മോൾക്ക് അവരുടെ കാല് പിടിച്ചിട്ട് കല്യാണി കേട്ടത്. കല്യാണി വർത്താനം കേട്ടാ. ശരി പേശിക്കൂട്ടാ. പാവല്ലേ കല്യാണി. അവര് കുറച്ചേരം ഇരുന്നോട്ടെ. നമ്മുടെ കല്യാണി കൂടി ഭയങ്കര വികൃതി കേട്ടാ. ഏറ്റവും മടിയിൽ ആരെങ്കിലും വന്നിരിക്കുക എന്തേലും കണ്ടു കഴിഞ്ഞാൽ അവൾ അപ്പോടി വരും. അവനെ പിടിച്ച് പുറത്താക്കും. ഇങ്ങനെ സ്വഭാവം ഉണ്ട്. അവിടെ കയ്യിരിക്കുന്നുണ്ട് അപ്പൊ മടിയില്. അങ്ങനെ നമ്മുടെ കല്യാണിക്കുട്ടി ഒരു കുട്ടി കുറുമ്പിയാണ് കേട്ടാ. ഫ്ലാറ്റിന് പോലെ എൻ്റെ മക്കളിരിക്കും. പിന്നെ നമ്മുടെ എ യൂണിക് ഫാമിലി 2.0ലേക്കുള്ള പാചകം വെക്കാൻ നിന്നു. അപ്പം ഞാനൊന്ന് മസാല ദോശയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു തേങ്ങ ചട്നിയൊക്കെ ആയിട്ട് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനേ മസാല കൂട്ടിയിട്ട് ആദ്യം കഴിക്കട്ടെ. അടിപൊളി മസാല തന്നെ ചേട്ടാ. ഇനി നമ്മുടെ ഈ തക്കാളി ചമ്മന്തി ഇതുണ്ടെങ്കിൽ ഇത് മാത്രം മതി ശരിക്കും കഴിക്കാൻ. ഈ ചട്നി വേണമെന്നില്ല. പക്ഷെ ഇത് അതിനും സൂപ്പറാ. ഒക്കെ അടിപൊളിയാണ്. ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേ സ്മിത നോക്കിയിരിക്കുക. അങ്ങനെ സൂപ്പറല്ലേ? അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കിയോളാം. അത്ര എളുപ്പമുള്ള കാര്യങ്ങളിൽ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാ. പിന്നെ നമ്മുടെ ഈ മസാല ദോശയൊക്കെ ഉണ്ടാക്കിയത് കാണാനായിട്ട് എ യൂണിക് ഫാമിലി 2.0ലേക്ക് പോകണം കേട്ടോ. നല്ല രസമുള്ള തക്കാളി ചട്നി, അതേപോലെ നാളികേര ചട്നി, മസാല കറി നല്ല രസമാട്ടാ. അടിപൊളി തന്നെ കഴിക്കാനായിട്ട്. കൂടെ ഈ കട്ടൻ കാപ്പിയും. പിന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാനുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണുത്തിയിലുള്ള ഹോം പ്ലസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിലേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയെടുക്കാനൊക്കെ എനിക്ക് എളുപ്പമായിട്ട് തോന്നാറുണ്ട്. കാരണം ഇങ്ങനെ ഒരു വരിയായിട്ട് വെച്ചിട്ടുണ്ടാവും ഓരോ സെറ്റ് സാധനങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഇഷ്ടം. എന്തെങ്കിലും എപ്പോഴെങ്കിലും മേടിക്കണം തോന്നി തന്നെ ഈ സൂപ്പർ മാർക്കറ്റിലേക്കായിട്ട് വരിക. പിന്നെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ അത് മാത്രമല്ല
നോക്കി കാണാം. അതായത് ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാനൊന്ന് നോക്കി കാണും കേട്ടോ ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെ നമ്മളിത് ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മളിതാ വീട്ടിലേക്ക് വരാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ സൂപ്പർ മാർക്കറ്റിൽ പോയി വന്നു. ഒത്തിരി പാത്രങ്ങൾ മേടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പാത്രങ്ങൾ മേടിച്ചതെന്നും എന്താണ് ഇപ്പോൾ ഇത്രയും തിരക്ക് പിടിച്ച് ഇത്രയധികം പാത്രങ്ങൾ മേടിച്ചതെന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ ആദ്യം ഞാൻ ഓരോന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊരു കുക്കറാണ്. ഇതൊരു 3 ലിറ്ററിൻ്റെ ഒരു കുക്കർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം തന്നെ ഇടട്ടെ വിസിൽ. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടികളൊക്കെ ഇറക്കി വയ്ക്കുമ്പോഴേ ചിലപ്പോൾ അത് നഷ്ടപ്പെടും. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് കേട്ടോ. ഈശ്വര പറന്നു പോണ് കവറ്, അതത് പോട്ടെ. എന്താ പിന്നെ അതിൻ്റെ മൂടി. വിസിലൊക്കെ അതാ അതിൻ്റെ കുക്കറിൻ്റെ ഉള്ളിലായിട്ട് ഇടട്ടെ. പിന്നെ വാങ്ങിയിട്ടുള്ളതാണ് ഒരു ഗ്രിൽ പാൻ. ഉള്ളത് ഒരു ചതുരൻ ടൈപ്പാട്ടോ മേടിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളത് പത്തിരി തവാട്ട. പിന്നെ ഒരു ദോശപ്പാനാണ് മേടിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ പെട്ടിയിൽ കുറച്ച് സാധനങ്ങൾ കൂടി നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓരോന്നായിട്ട് എടുക്കാം. ഇതിൽ കുറേ ചെറിയ ചെറിയ ഐറ്റംസുകളാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് നീക്കി വയ്ക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ ആ പെട്ടി തുറക്കണേക്കാൾ മുന്നേ ഒരു കാര്യം കൂടി ഞാൻ കാട്ടിത്തരാം കേട്ടോ. അതായത് ഇതൊക്കെ നമ്മൾ കാലൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഉരച്ച് കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കല്ലാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടി ഉണ്ട്. ഇത് കാരണം അത്ര ആവശ്യമുള്ളത് അത് ഞാൻ പറയാം അവസാനം. എന്തായാലും ഇതിലത്തെ ഓരോന്നെടുത്ത് പുറത്തേക്കിട്ടെ. ഇതാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞേ ഒരു ഐറ്റംസുകൾ. അതായത് നമുക്ക് ചെറുതായിട്ട് അച്ചാറൊക്കെ ഇടല് ഒത്തിരി കൂടുതലാണ് എനിക്ക്. അല്ലെങ്കിൽ ഒരു ചമ്മന്തിയൊക്കെ അരച്ച് 2-3 ദിവസത്തേക്കുള്ള ചമ്മന്തിയൊക്കെ അരച്ച് വയ്ക്കും. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇങ്ങനെ ഭംഗിയുള്ള കുറച്ച് ഈ നമ്മുടെ എന്താ പറയുക ഭരണിയില്ലേ ആ ടൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. ഒതുക്കി വയ്ക്കട്ടെ. പിന്നെ കുറച്ച് കിച്ചൺ ടവല് അങ്ങനത്തെ മേടിച്ചു. പിന്നെ ഇതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ ഓർമ്മയില്ലാത്ത പോലെ ആയിട്ട് അവിടെ ചെന്നപ്പോൾ കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു. ഇനി ഇതിലെന്താ മേടിച്ചതെന്ന് ഞാൻ തന്നെ ഇത് നമ്മുടെ ചായ ഗ്ലാസ്. ഇങ്ങനത്തെ ഗ്ലാസ് ഇട്ടാ അതൊരു 6 എണ്ണമായിട്ടാണ് വരിക. അപ്പം അങ്ങനെ ഒരു ബോക്സ് മേടിച്ചു. പിന്നെതാ ഇതൊരു സ്റ്റീലിൻ്റെ ഒരു സംഭവമാണ്. ഇത് കണ്ടോ, ഇതെന്താണെങ്കിൽ നമ്മൾ ചപ്പാത്തി പൊറോട്ടയ്ക്കൊക്കെ മാവ് കുഴയ്ക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ
ഇടിച്ചും കുഴച്ചൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു കണ്ടോ ഇതേപോലത്തെ കേട്ടാ. എന്തിപ്പോൾ ഇതിന് പേര് പറയാമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഒരു ആവശ്യത്തിനാണ്. അപ്പം ഇങ്ങനെ മേടിച്ച് കിട്ടി. ഇതാ ഒരു ചായപാത്രം വാങ്ങിയിട്ടുണ്ട്, ഒരു കപ്പ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉടയണ സാധനങ്ങളാണ്. നല്ല വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഇറക്കി വെക്കായിരുന്നു. ഇതേപോലത്തെ കണ്ടോ. ഇങ്ങനത്തെ കുറച്ച് എന്താ പറയുക പ്ലേറ്റുകളും അതുപോലെ കറികളൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ട് മേടിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഉടയണ ടൈപ്പാണ് കേട്ടാ. ഉണ്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കുറച്ച് പാത്രങ്ങൾ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ 2 കപ്പ് മേടിച്ചിട്ടുണ്ട് നമുക്ക്. പിന്നെ ഇതാ ഒരു സ്റ്റീൽ കപ്പ് മേടിച്ചിട്ടുണ്ട്, 2 സ്റ്റീൽ കപ്പ് മേടിച്ചു കേട്ടാ. പിന്നെ അതേപോലെ പ്ലേറ്റ്, ഇതൊക്കെ ഉടയണ ടൈപ്പാണ് കേട്ടാ. പിന്നെ ഒരു മിൽട്ടൻ്റെ ഫ്ലാസ്ക് മേടിച്ചു. ഈ ഫ്ലാസ്ക് എന്താ മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒത്തിരി ഉപകാരം ഉള്ള സാധനമാണ് ഞങ്ങൾക്ക്. കാരണം നമ്മൾ പറമ്പിലേക്കൊക്കെ പോകുമ്പോഴേ ചിലപ്പോൾ വൈകിട്ടൊക്കെ പോകുമ്പോൾ ആ പറമ്പിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇത്തിരി വൈകിട്ടാവും വരിക. അപ്പോൾ ഞങ്ങൾ ചായ തിളപ്പിച്ചിട്ട് കൊണ്ടുപോകും കപ്പിൽ. അപ്പോൾ എപ്പോഴും വിചാരിക്കും പുറത്ത് പോകുമ്പോൾ ഒരു ചെറിയ ഫ്ലാസ്ക്, ഇത് വലിയ ഫ്ലാസ്ക് ആയി എനിക്ക് ഇവിടുത്തെ എടുക്കാനും ഇഷ്ടമല്ല. അപ്പോൾ ഇതാകുമ്പോൾ 2 ചായ കൊള്ളാവുന്ന ഒരു ഫ്ലാസ്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ അതങ്ങനെ മേടിക്കാൻ തോന്നി. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ഇറക്കി വയ്ക്കാം കേട്ടോ, കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ 2-3 ഡവറ മേടിച്ചു കേട്ടാ. ഇതേപോലത്തെ ഡവറ ഇതാ ഒരെണ്ണം കൂടി. അപ്പം ഇത് നമുക്ക് പണിസ്ഥലത്തേക്ക് ആവശ്യത്തിനായിട്ട് ഈ ഡവറ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇത് എപ്പോഴും ആവശ്യമാണ്. എന്നോട് എല്ലാവരും പറയാറുണ്ട്, ഞാൻ ഈ നമ്മൾ കടുകൊക്കെ താളിക്കുമ്പോഴേ ഇങ്ങനത്തെ ചെറിയ ഒരെണ്ണം മേടിക്കും സ്മിതാന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കട്ടിംഗ് ബോർഡ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങി. അത് പരിചയപ്പെടുത്തിയില്ലല്ലോ. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആളാണ് കേട്ടോ. അത് ഞാൻ പരിചയപ്പെടുത്താം. ഇത് എന്താണെന്നറിയോ, നമ്മുടെ ചിരവ. അപ്പോൾ ഞാൻ ചിരവ മേടിക്കാനായിട്ട് ആദ്യം ഇതേപോലെ കടയിലേക്ക് പോയ സമയത്ത് കേട്ടാ എനിക്ക് ഇരുന്നിട്ട് ചെറുകണ ചെരുവിയായിരുന്നു, അതായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ അതെന്നെ മേടിക്കണമെന്ന് പറഞ്ഞു പോയപ്പോൾ അന്ന് ആ കടക്കാരൻ എന്നോട് പറഞ്ഞു, മോളെ നോക്ക് ഇതേപോലത്തെ ഒരാളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് ഇരുന്ന് തന്നെ ചെറുകണം, എനിക്ക് അതാ ഇഷ്ടം എന്ന് പറഞ്ഞു. താഴത്ത് നമ്മൾ സാധാരണ ഇരുന്ന് ചെറുകില്ല, പണ്ടത്തെ മോഡല് അത്. അപ്പോൾ ആള് അന്ന് പറഞ്ഞോട് ഇത് ഒരെണ്ണം എടുത്തോളാം. അപ്പോൾ ഞാനത് എടുത്തില്ല. അപ്പോൾ അതിന് പകരം വേറെ ഒരെണ്ണമായിട്ട് ഞാൻ എടുത്തു പോന്നേ. പിന്നീടാണ് ഞാൻ ഈ കാര്യം എനിക്ക് മനസ്സിലായി. നമ്മൾ കിച്ചണിലൊക്കെ ചെല്ലുമ്പോഴേ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി അയ്യോ ഈ ചിരവ മേടിക്കായിരുന്നു. കാരണം എക്സ്ട്രാ സ്ഥലം പോലല്ലോ, അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ ഒരു ചെയർ പിന്നെ ഒരു ടേബിള് അങ്ങനെയൊക്കെ ആയിട്ട് വരുമല്ലോ. അപ്പോൾ ഇത് പിന്നീട് ഞാനൊരു സ്ഥലത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അയ്യോ ഇതെന്നെ മേടിച്ചാൽ മതിയായിരുന്നു എന്ന്. ഈ ചിരവ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടാം, എൻ്റെ പോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് ചിരവയാണിത്. ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ കണ്ടോ വെറുതെ ഇരിക്കാം. എന്നിട്ട് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇങ്ങനെ വെക്കുക. ഇതേ കണ്ടോ, ഇതിങ്ങനെ അടയ്ക്കുക. ഇരുന്ന് സുഖമായിട്ട് ചിരകാൻ പറ്റും. അപ്പോൾ ഞാനിതുമേന്ന് ചിരവണം നോക്കി ഞാൻ കാട്ടിത്തരാം കേട്ടോ. നാളെ ആരും ചെറുകണമെന്ന് ഇതുവരെ നമ്മളങ്ങനെ കാണിക്കാറില്ലല്ലോ. അപ്പോൾ ഇതുമിരുന്ന് ഇനി ചെറുകുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ചെറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഇതടച്ച് വയ്ക്കട്ടെ. ഇങ്ങനെ ആക്കി
ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കും ചെയ്യാം. അപ്പം അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത്. അപ്പം ഇത്രയും ധൃതി പിടിച്ച് പോയിട്ട് ഇത്രയും സാധനങ്ങൾ മേടിച്ചതിൻ്റെ കാരണം എന്തിട്ടാണെന്നറിയും? ഇപ്പം നമ്മൾ പാചക ചാനലെന്ന് പറഞ്ഞിട്ട് വേറെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പാചകത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും നമ്മൾ സാധാരണ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ പാചകം നിർത്തിയൊക്കെ ആയിരുന്നു. നമ്മൾ ആഴ്ചയിൽ ഒരെണ്ണമൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും ഇടണമെന്ന് ഞാനിങ്ങനെ മനസ്സോട്ട് ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇത്രയും പാത്രങ്ങൾ ഇറക്കിയത്. അപ്പോൾ നമ്മൾ മുന്നേ പാചകത്തിന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളുണ്ടല്ലോ, ആ പാത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ വന്നപ്പോൾ അവർക്ക് വേണ്ടി ഉപയോഗിച്ചു. കാരണം 2 കുക്കർ കുട്ടിപ്പട്ടാളങ്ങൾക്ക് വേണം, അവരുടെ ചോറ്, അതേപോലെ അവർക്ക് ചിക്കൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേവിക്കാനായിട്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ പുറത്തേക്ക് പോകുമ്പോഴേ ആരെങ്കിലും കാണുമ്പോൾ എന്നോട് പറയാണ്, സ്മിത പണ്ടത്തെ പോലെ തന്നെ പാചകമൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പാചകം ചെയ്യാം, എനിക്ക് ഏറ്റവും ഇഷ്ടം പാചകം ചെയ്യാൻ തന്നെയാണ്. പക്ഷേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ വന്നപ്പോഴേ നമ്മുടെ പറമ്പിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി അവരെ കൂടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണല്ലോ. കാരണം അവരുടെ മൈൻഡ് മാറും. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ നമ്മുടെ പാചകത്തിനാണ് ഒഴിവാക്കിയത്. അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ടൈം കണ്ടെത്തിയത്. ഇപ്പം എല്ലാവരും എന്നോട് പറയുന്ന ഒരു കാര്യം പാചകം വേണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പാചക ചാനലിൽ എങ്ങനെയായാലും ആഴ്ചയിൽ ഒരെണ്ണം എന്തായാലും ഞാൻ ഇടാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പാത്രങ്ങൾ ഇപ്പോൾ ധൃതി പിടിച്ച് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ പാത്രങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാനും വിചാരിക്കുന്നു കേട്ടോ. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ പാത്രങ്ങൾ വാങ്ങി നോക്കണേ. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. പിന്നെ ഇപ്പോൾ ഇതിലൊരു ചോറ്റും പാത്രം കാണുന്നുണ്ടല്ലോ, ഈ ചോറ്റും പാത്രം അവർ ഫ്രീ ആയിട്ട് തന്നിട്ടാ. അത് ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല, ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ചെറിയൊരു ചോറ്റും പാത്രം കേട്ടോ. അപ്പോൾ ഈ ചോറ്റും പാത്രം അവർ തരാനുള്ള കാരണം എന്താണെന്നറിയും? ഞാനിവിടെ വന്നപ്പോഴാണ് നോക്കിയത്, എന്താണാവോ നമ്മൾ മേടിച്ചിട്ടില്ലല്ലോ ഈ ചോറ്റും പാത്രം എന്ന് വെച്ചിട്ട്. അപ്പോൾ നോക്കിയപ്പോഴേ അവരുടെ കടയുടെ പരസ്യമാണ് അവർ കൊടുത്തിട്ടുള്ളത്. നമ്മൾ മണ്ണുത്തി ഹോം പ്ലസ്സിൽ നിന്നാണ് നമ്മൾ ഇത്രയും പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അവരുടെ ഒരു കഴിവ്, ടെക്നിക്കാണ്. കാരണം നമ്മുടെ സാധനം മേടിച്ച് വന്നാലും ഇതിപ്പോൾ നമ്മളെ കൊണ്ട് പറയിപ്പിച്ചല്ലോ. ഈ ചോറ്റും പാത്രം എടുക്കുമ്പോൾ നമ്മൾ ഓർക്കും. അതവരുടെ ബിസിനസ് മൈൻഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇത്രയ്ക്കൊക്കെ ഉള്ളത് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.